അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ബോയിംഗ് കമ്പനി തടിതപ്പുന്നു എന്ന് വിമർശനം. കുറ്റം പൈലറ്റുമാരുടെ തലയിലിടാൻ ശ്രമമെന്നാരോപിച്ച് പൈലറ്റ് അസോസിയേഷൻ രംഗത്തെത്തി. വിമാനത്തിനും എഞ്ചിൻ ഫ്യൂവൽ സ്വിച്ചുകൾക്കും തകരാറില്ല എന്നാണ് അമേരിക്കൻ ഏജൻസി ഫെഡറേഷൻ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ വാദം. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, നേരത്തെ തന്നെ പൈലറ്റുമാരുടെ സംഘടന രംഗത്തെത്തിയതാണ്. കോക്പിറ്റിലെ സംഭാഷണത്തിന് ഒരു ചെറിയ ശകലം മാത്രം പുറത്തുവിട്ടു. എന്താണ് അവർ പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ പൂർണ്ണമായും അറിയേണ്ടതുണ്ട്. ഒപ്പം ഇതിൽ പൈലറ്റുമാരുടെ തലയിലേക്ക് മുഴുവൻ കുറ്റവും ചാർത്താൻ ശ്രമം നടക്കുന്നുണ്ട് എന്നതൊക്കെയുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിച്ചതാണ്. അമേരിക്ക ഈ കാര്യത്തിൽ പറയുന്നത് എന്താണ്? വിമാനത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല, ബോയിംഗ് വിമാനത്തിന് എന്നതിൽ അവർ ഉറച്ചു നിൽക്കുകയാണോ? തീർച്ചയായും അനൂജ, ഈ അപകടത്തിന്റെ കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ഫ്യൂവൽ എഞ്ചിൻ സ്വിച്ചുകൾ, എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ സ്വിച്ചുകൾ അത് ഓഫായി കിടന്നു, അതുകൊണ്ടാണ് അപകടം സംഭവിച്ചതെന്നാണ്. അതെങ്ങനെ ഓഫായി എന്നതിലാണ് ഇപ്പോൾ ഒരു തർക്കമുള്ളത്. ഒരുപക്ഷെ പൈലറ്റുമാർ മനഃപൂർവ്വം അത് ഓഫ് ചെയ്തിരിക്കാം, ഇനി അല്ലെങ്കിൽ അതിനൊരു സാങ്കേതിക തകരാർ ഉണ്ടായിരിക്കാം, അങ്ങനെ അത് സ്വയം തന്നെ ഓഫായി പോയിരിക്കാം എന്നതാണ് മറുവാദം. ഈ മറുവാദത്തിനൊരു പ്രശ്നം, അങ്ങനെ സാങ്കേതിക തകരാറാണെങ്കിൽ അത് ബോയിംഗ് കമ്പനിയെ കാര്യമായി തന്നെ ബാധിക്കും, അവർക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കും. ഇപ്പോൾ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ബോയിംഗ് കമ്പനി വിൽപ്പനയിൽ നേരിടുന്ന തിരിച്ചടി അടക്കം പ്രശ്നങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. അതിനിടയിലാണ് ഒരു വിമാനം സാങ്കേതിക തകരാർ മൂലം തകർന്നു എന്ന വിവരം വന്നാൽ അത് അവർക്കുണ്ടാവുന്ന തിരിച്ചടി. രണ്ടാമത്തെ സാഹചര്യം, ഈ പൈലറ്റുമാർ ഓഫ് ചെയ്യുകയാണ്. പക്ഷേ ഇത്രയധികം പരിചയസമ്പന്നതയുള്ള, ഇത്രയധികം വിമാനം പറത്തി പരിചയമുള്ള പൈലറ്റുമാർ എങ്ങനെ അങ്ങനെ ഒരു സാഹസത്തിന് മുതിരും? അതിന് ആ വാദം ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു പശ്ചാത്തലവും നമുക്ക് മുന്നിലില്ല. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കവെയാണ് ഇപ്പോൾ ബോയിംഗ് കമ്പനിയെ പിന്തുണച്ചുകൊണ്ട് അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഫ്യൂവൽ സ്വിച്ചുകൾ അത് അങ്ങനെ സ്വയം ഓഫാവാൻ പാടില്ല, കാരണം അതിനൊരു ലോക്കിംഗ് സംവിധാനമുണ്ട്. ഈ ലോക്കിംഗ് സംവിധാനത്തിന് തകരാറുണ്ടാകാം എന്നതാണ് സംശയിക്കുന്നത്. പക്ഷേ അങ്ങനെ തകരാറുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല എന്നതാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിക്കുന്നത്. വിമാന കമ്പനികൾക്ക് നൽകിയ ഒരു അറിയിപ്പിലാണ്, ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നൽകിയ അറിയിപ്പിലാണ് ഈ വിവരമുള്ളത്. 2018 ഓർക്കണം, അന്ന് ഫ്യൂവൽ സ്വിച്ചുകളുമായി ബന്ധപ്പെട്ട തകരാറുകൾ ചൂണ്ടിക്കാണിക്കുകയും വിമാനങ്ങൾ ഗ്രൗണ്ടിൽ ഉള്ളപ്പോൾ തന്നെ പരിശോധന നടത്തിയും അത്തരം തകരാറില്ലെന്ന് ഉറപ്പാക്കണമെന്ന് പറഞ്ഞ അതേ ഏജൻസിയാണ് ഇപ്പോൾ ആ സ്വിച്ചുകൾക്ക് തകരാറില്ല എന്ന് പറയുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ടിൽ പോലും എയർ ഇന്ത്യയോട് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അന്ന് ചോദിച്ചതാണ്. 2018 അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ ഈ ഫ്യൂവൽ സ്വിച്ചൊക്കെ കൃത്യമായി പരിശോധിച്ചിരുന്നു എന്നത്. അന്ന് എയർ ഇന്ത്യ ഈ ചോദ്യത്തിന് മറുപടിയായി നൽകിയത് അതൊരു മാൻഡേറ്ററിയായ, അതൊരു നിർബന്ധപൂർവമായ ഒരു ഉത്തരവായിരുന്നില്ല, ഒരു നിർദ്ദേശമായിരുന്നില്ല, അതുകൊണ്ട് അത്തരം പരിശോധനകൾ നടത്തിയില്ല എന്നതുമാണ് അനുജ. അതായത് 2018 ലോക്കൽ സംവിധാനത്തിലെ തകരാർ ഇതേ ഏജൻസി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ പക്ഷേ ഫ്യൂവൽ എഞ്ചിനുകൾക്കൊന്നും ഒരു തകരാറും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഏജൻസി ഉന്നയിക്കുന്ന വാദം. പൈലറ്റുമാരുടെ സംഘടന അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്.